നവംബർ 24, 25 തീയതികളിലായി ന്യൂഡൽഹി, ബംഗളൂരു, മുംബൈ, ഹൈദരാബാദ് തുടങ്ങിയ നഗരങ്ങൾക്കിടയിൽ 8 വാണിജ്യ സർവീസുകളാണ് എയർ ഇന്ത്യയുടെ എയർബസ് A320 വിമാനം നടത്തിയത്. വിമാനം പറക്കാൻ നിർബന്ധമായ എയർ വർത്തിനെസ് റിവ്യൂ സർട്ടിഫിക്കറ്റ് അവസാനിച്ച ഘട്ടത്തിലായിരുന്നു ഈ പറക്കൽ. DGCAയുടെ പരിശോധനകൾക്ക് ശേഷം മാത്രം ലഭിക്കുന്ന സുപ്രധാനമായ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ് വിമാനം സർവീസ് നടത്തിയതെന്നാണ് കണ്ടെത്തൽ. എഞ്ചിനീയർമാർ, പൈലറ്റുമാർ എന്നിവരടക്കമുള്ള ഉദ്യോഗസ്ഥർ വിമാനത്തിന്റെ രേഖകൾ പരിശോധിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് എയർ ഇന്ത്യയുടെ ആഭ്യന്തര അന്വേഷണ സമിതി റിപ്പോർട്ടിൽ പറയുന്നു. പ്രധാനപ്പെട്ട വിവരങ്ങൾ ബന്ധപ്പെട്ട ജീവനക്കാർക്ക് കൈമാറുന്നതിൽ വീഴ്ച വന്നു. കൃത്യസമയത്ത് ഇടപെടാനുള്ള അവസരം നഷ്ടമായെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ ജൂണിൽ 260 യാത്രക്കാർ മരിച്ച ബോയിംഗ് ഡ്രീംലൈനർ വിമാനാപകടത്തിന്റെ ദുരന്തത്തിൽ നിന്നും കരകയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് എയർ ഇന്ത്യക്ക് വീണ്ടും സുരക്ഷാ വീഴ്ചയുടെ പേരിൽ നടപടി